ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രവതി പ്രസാദ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പെണ്ണിൻ്റെ കുറിച്ച്. ഈ ഒരു പെണ്ണിൻ്റെ ബാക്കിൽ ഒരു കുഞ്ഞു സാധനം ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു കഥ ഒളിച്ചിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇട്ടപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ലോങ് വീഡിയോ അതെന്താണെന്നുള്ളത് ഒരു ലോങ് വീഡിയോയിൽ പറയാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ കടയിൽ വാങ്ങാൻ പോയ സമയത്ത് കുറേ സ്കെച്ച് ബുക്ക്, പിന്നെ എന്തായിരുന്നു ഗ്ലൂ സ്റ്റിക്ക് അതൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അന്നേരം ഗിഫ്റ്റ് ഹൗസിലാണ് പോയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗിഫ്റ്റ് ഹൗസിൽ തന്നെയാണ് ഞാനിപ്പം പോവാറ്. അന്നേരം അവിടെ ഞങ്ങൾ ലബൂബുവിൻ്റെ സ്റ്റിക്കറൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ലബൂബു വീട്ടിൽ വെക്കുന്നത് അത്ര ശരിയല്ല, നമുക്ക് നെഗറ്റീവ് എനർജി വരും അങ്ങനെയൊക്കെ കുറേ. എന്നിട്ട് എനിക്ക് അന്നേരം ഓർമ്മ വന്ന് വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് തന്നെയാ സ്റ്റിക്കർ. അപ്പം കുറേ അങ്ങനെ തരാറൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സാധനം വെറുതെ ഇങ്ങനെ ഞങ്ങൾ തരാറുണ്ട്. അന്നേരം ഞാൻ വാങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നെഗറ്റീവ് എനർജിയാണോ, വീട്ടിൽ വയ്ക്കണ്ട. അങ്ങനെ വെച്ചാൽ തന്നുകൊണ്ടല്ല, അതിപ്പോൾ ഏത് കടയിൽ നിന്നാണെങ്കിലും നമ്മളങ്ങനെ നെഗറ്റീവ് എനർജിയാണത്, ആ വീട്ടിൽ വെച്ചാൽ ഭയങ്കര പ്രശ്നമുണ്ടാവും. ഞാനത് കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ഈ ഓണൊക്കെ ആയതുകൊണ്ട് പൂ വാങ്ങാമെന്ന് വെച്ചു. പൂ വാങ്ങിയിട്ട് ഗൂഗിൾ പേയിൽ പൈസ അടയ്ക്കുന്ന സമയത്ത് പൈസ പോകുന്നുണ്ടായിരുന്നില്ല, നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലായിരിക്കും. പക്ഷെ അതേ നേരം തന്നെ ഞാൻ പിന്നെ ആ ലബൂബോൻ്റെ സ്റ്റിക്കർ വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്തൊക്കെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ലബൂബോൻ്റെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ പൈസ കൊടുക്കാൻ അങ്ങനെ എന്തൊക്കെയോ തലയിലൊക്കെ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ ചിന്തിക്കാം, അങ്ങനെ കുറേ ഇതൊക്കെ തോന്നി. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് കാരണമാണെന്ന്. അന്നേരം തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ കളഞ്ഞു. ലബൂബോൻ്റെ അങ്ങനെ തന്നേലല്ല പ്രശ്നം, അത് തരാം, പക്ഷെ അത് നെഗറ്റീവ് എനർജിയാണ്. അപ്പം എല്ലാവരും ലബൂബ് വാങ്ങുകയാണെങ്കിൽ എന്നെ സൂക്ഷിക്കുക. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ലബൂബ് കാരണം ജോലി പോവുക, പൈസ ഇതായിട്ട് നിൽക്കുക, ഇങ്ങനെ കുറേയൊക്കെ. അപ്പം എൻ്റെ വീട്ടിലും ഒരു ലബൂബും ഉണ്ട്. ഇത് ഞാൻ വരച്ചതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരച്ചാണെങ്കിലും എന്താണെങ്കിലും ഇതും ഒരു നെഗറ്റീവ് ആയിരിക്കുമല്ലോ എന്ന് തോന്നി. അപ്പം ഇത്രയും ദിവസം എനിക്കിങ്ങനെ നെഗറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അടിച്ചിട്ടില്ല, ബട്ട് കുറച്ച് എനിക്ക് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കാരണമായിരിക്കും. ആൻഡ് ഇത് വെറുതെ പറയുന്നതാണോന്ന് അറിയില്ല, ബട്ട് എനിക്ക് ചില സമയത്ത് ഇതും കൊണ്ട് ഇങ്ങനെ ഇതാലോചിച്ച് നെഗറ്റീവ് അടിക്കാറുണ്ട്. ഇതൊരു ഡ്രാഗൺ അങ്ങനെ എന്തൊക്കെയോ പറയും, മോൺസ്റ്ററാണ്, നെഗറ്റീവാണ് ഇത് വെച്ചാൽ, അങ്ങനെ പല സംഭവം നമ്മൾ പോകുന്ന എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിപ്പം തന്നെ കത്തിക്കണം, രാത്രിയാണ്, അല്ലെങ്കിൽ നമുക്ക് കത്തിക്കായിരുന്നു. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കാം, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വീട്ടിൽ വെക്കാതിരിക്കാൻ സൂക്ഷിക്കാം. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോൻ്റെ ശരിക്കുള്ള കഥയിലോട്ട് നമുക്ക് കടന്ന് വരാം. നമ്മൾ ഈ പെണ്ണിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയത്. ഓക്കെ, ഈ പെണ്ണ് കഥ എവിടുന്നാണ് തുടങ്ങുന്നത് വെച്ചാൽ, എൻ്റെ ഏട്ടൻ ഇപ്പം എവിടെ ഇല്ല. ഏട്ടൻ ലക്നൗവിൽ പോയിരിക്കുക. ലക്നൗവിൽ അതായത് UP-യിൽ അവിടെ ഫുട്ബോളിന് വേണ്ടിയിട്ട് അവരെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ മുന്നേ ഫുട്ബോളിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഏട്ടൻ്റെ ഫുട്ബോളിൻ്റെ ഇതായിരുന്നു, മാച്ചായിരുന്നു. നമ്മളെ KV-യിലാണ് പഠിക്കുന്നത്, അപ്പോൾ അവിടെ നിന്നുള്ള മാച്ചായിരുന്നു. അപ്പോൾ അതിനെ അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ലക്നൗവിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം 10 ദിവസമായി ഇപ്പോൾ പോയിട്ട്, 26-ാം തീയതിയാണ് പോയത് അവർ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്തൊക്കെയോ ഇതൊക്കെ ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാണ്ടൊക്കെ ആയി. അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസൊന്നും ഉണ്ടാവായിരുന്നത്. അപ്പം അങ്ങനത്തെ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഇടാനും പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ വരും, നാളെ അതായത് ഓണത്തിൻ്റെ അന്ന് വരും. 26-ന് പോയതാണ്, ഓഗസ്റ്റ് 26-ന് പോയതാണ്. 10 ദിവസമായി ഇപ്പം, നാളെയും കൂടി ആയാൽ. ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് മിസ് ചെയ്തു, ഇങ്ങനെ അടികൂടാനാവുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ. അപ്പം ഈ പെണ്ണിനെ കുറിച്ച് എന്താ പറയേണ്ടത് വെച്ചാൽ, ഏട്ടൻ 1000-1500 കുറേ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവർ ചിലവാക്കി. അപ്പോൾ എനിക്കും എന്തായാലും എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇതേ പെണ്ണാന്ന് തോന്നുന്നു, ഇങ്ങനത്തെ ഒരു പെണ്ണ് 100 രൂപക്ക്. അന്നേരം അച്ഛനോട്
ഏട്ടൻ ചോദിച്ചൊരു 100 രൂപ തരുമോ, അയച്ചു തരുമോ, ഗൂഗിൾ പേ അയച്ചു തരുമോ, വിളിച്ചിട്ട് ചോദിച്ചു. മുട്ടായി വാങ്ങാനാണെന്ന് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു മുട്ടായി വാങ്ങാനാണ്. എന്നിട്ട് 100 രൂപ അയച്ചു. അപ്പം അച്ഛൻ അയച്ചു കൊടുത്തില്ല. ബിക്കോസ് അച്ഛനേറെ 100 രൂപയ്ക്ക് തന്നെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് മുട്ടായി വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വന്നിട്ട് മുട്ടായി വാങ്ങുന്നതാണ്. അതുകൊണ്ട് അച്ഛൻ അയച്ചു കൊടുത്തില്ല. പിന്നെ കുറച്ച് വിളിച്ചിട്ട് പറഞ്ഞു അത് മുട്ടായി വാങ്ങാനല്ല, ഇവൾക്ക് ഇങ്ങനെ ഒരു പെണ്ണ് വാങ്ങാനാണ് അയച്ചിട്ട് ചോദിച്ചത്. അപ്പം അച്ഛൻ പറഞ്ഞ 100 രൂപക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണ്, സത്യം പറഞ്ഞാൽ ഇത് ഇവിടേക്ക് 30 രൂപക്ക് കിട്ടും. 30 രൂപേൻ്റെ പെണ്ണാണ് അവിടെ 100 രൂപക്ക്. 100 രൂപക്ക്. അപ്പം അച്ഛൻ പറഞ്ഞ ഇത് ഞാൻ ഇവിടുന്ന് തന്നെ ഇവൾക്ക് വാങ്ങിക്കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് ഇന്ന് വാങ്ങി തന്നതാണ്. ഇതെനിക്ക് അത്രയും പ്രഷ്യസാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ ആയിട്ട് നമ്മൾ അടികൂടെങ്കിലും എന്തോ എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ഇത്രയും ചെറിയ കേൾക്കുമ്പോൾ നമ്മൾ ചെറിയ കഥയായിട്ട് തോന്നും. ബട്ട് ഇത് ഇത്രയും പ്രഷ്യസായിട്ടുള്ള സാധനമാണ് എനിക്ക്. അടിപൊളിയാണ് കേട്ടോ. 4 കളറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് വേണ്ട, ബട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വയ്ക്കും. പിന്നെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ശരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറേ കാലം എനിക്ക് തോന്നുന്നു 1 മാസമായിട്ടുണ്ടാവും. 1 മാസമല്ല, അതിൻ്റെ കൂടുതലായിട്ടുണ്ടാവും. 2-2.5 മാസമായിട്ടുണ്ടാവും. വീഡിയോസ് ഇങ്ങനെ ഹാക്കായ പോലെ, ഹാക്കല്ല സംഭവം, ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്തും നമ്മൾ ഇടുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് എത്ര നേരം വെച്ചാലും അത് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ എന്തോ ലോങ് വീഡിയോ അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസ് ഇടാൻ പറ്റായിരുന്നത്. അപ്പം ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ്, 7 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും ഫുള്ള് കാണാം. 7 മിനിറ്റ് അല്ല, അതിൻ്റെ കൂടുതലുണ്ട് തോന്നുന്നു. അപ്പം എല്ലാവരും കാണാൻ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അന്നേരം അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നാളെ ഓണാണല്ലോ. അപ്പം അതിൻ്റെ പൂവൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇടണം, അതിൻ്റെ വീഡിയോസും എടുക്കണം. പിന്നെ എനിക്ക് നാളെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓണമല്ലേ. അപ്പം നാളെ ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട്. ബിക്കോസ് അവിടെ എൻ്റെ കസിൻസൊക്കെ അവിടെ ഉണ്ട്. അന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ട്രെയിനിൽ പോകുമ്പം അതിൻ്റെയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു 7 അല്ല 8 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.